മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ് വരെയുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും നമ്മൾ അതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. പൊതുവെ അതിന്റെ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പൊതുവെ എക്സാം ഹാളിൽ കണ്ടിട്ടുള്ള ഒരു കുട്ടികളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും. ആ ഒരു കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്താ ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കും. എന്നാൽ ചില കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇത്രയും കാലം എക്സാമുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആ എക്സാമിനോടുള്ള ഒരു പേടി അല്ലെങ്കിൽ ബേജാറൊന്നും ചില കുട്ടികൾക്കൊന്നും വിട്ടുപോയിട്ടില്ല. അത്തരം കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ഒരു കൂൾ ഓഫ് ടൈം കിട്ടുമ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കും. ഇനി എക്സാം എഴുതുന്ന സമയത്ത് അത്തരം കുട്ടികൾ പിന്നീടുള്ള ക്വസ്റ്റ്യനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കും. അതായത് നമ്മളൊരു ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പിന്നീടുള്ള ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു പ്രവണത പല കുട്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഫസ്റ്റ് ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും. ആ കൂൾ ഓഫ് ടൈം നമ്മൾ കൂൾ ഓഫ് ടൈം ആയിട്ട് തന്നെ എടുക്കാം. എന്നിട്ട് അടുത്തൊരു കാര്യം, നമുക്ക് ഒരുപാട് ഇക്വേഷനുകളൊക്കെ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മറന്നു പോകാൻ സാധ്യതയുള്ള ഇക്വേഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെറുതായിട്ട് ഒരു പെൻസിൽ കൊണ്ടൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ആൻസർ എഴുതുക. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ആൻസർ എഴുതുക. അങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ പോരും. ഇനിയിപ്പോൾ അറിയാത്തതാണെങ്കിൽ സ്കിപ്പാക്കി വിടാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പിന്നീടുള്ള ക്വസ്റ്റ്യനെ പറ്റി നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നില്ല. അപ്പൊ 15 മിനിറ്റ് നമ്മൾ ചെയ്യേണ്ട അല്ലെ, എക്സാം എഴുതി തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതുക, ഓർഡറിൽ ഇങ്ങനെ പോരുക. അപ്പോൾ ചില കുട്ടികൾ, ഇത്രയും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നില്ല. 15 മിനിറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കുട്ടികൾ മീൻസ് പിന്നീടുള്ള ക്വസ്റ്റ്യനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആണെങ്കിൽ അവരോടാണ് എനിക്ക് പറയുന്നത്. കാരണം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അത് ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പോലും നമുക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റാത്തൊരു അവസ്ഥ വരും, ടെൻഷൻ അടിച്ചുകൊണ്ട്. അപ്പൊ അത്തരം കുട്ടികൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണിത്. അപ്പൊ പിന്നീടുള്ള ക്വസ്റ്റ്യനെ പറ്റി നമ്മൾ ആലോചിച്ച് അവിടെ ടെൻഷൻ അടിക്കുന്നില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് എക്സാം എഴുതാൻ നമുക്ക് പറ്റും. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റണം കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ അതൊന്ന് വായിച്ചു നോക്കാം. ചിത്രത്തിൽ ഓ വലിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഓ വലിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ചെറിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ് സി. അപ്പൊ ചെറിയൊരു വൃത്തം കൂടിയുണ്ട് ഇവിടെ, ഒരു സർക്കിൾ കൂടിയുണ്ട്. അതിന്റെ സെന്റർ ആണ് സി. ചെറിയ വൃത്തത്തിന്റെ ഒരു തൊടുവരയാണ് ഒ പി. അപ്പൊ ചെറിയൊരു വൃത്തമുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സർക്കിൾ ഉണ്ട്, അവിടുത്തെ ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവരയാണ് ഒ പി എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ. റെഡി ആണോ? കോൺ ബി ഒ ക്യു സമം 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കോൺ ബി ഒ ക്യു സമം 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഇവിടെ ചെയ്യാനുണ്ട്. കോൺ ഒ എ ക്യു എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. കോൺ ഒ എ ക്യു എത്ര ഡിഗ്രി ആണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. മക്കളെ നോക്കടാ, കോൺ ഒ എ ക്യു പറഞ്ഞ ഡിഗ്രി കോൺ. ഓക്കെ, ഈ ഒരു കോണ് നോക്കടാ. ഈ ഒരു കോണ് ബി ഒ ക്യു പറഞ്ഞുള്ള ഒരു കോണ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? അതായത് ഈ ക്യൂബി പറഞ്ഞിട്ടുള്ള ആർക്ക് അല്ലെങ്കിൽ ചാപം വൃത്തത്തിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഈ ക്യൂബി പറഞ്ഞുള്ള ആർക്ക് അല്ലെങ്കിൽ ചാപം വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഇതല്ലേ? വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അപ്പൊ ഇയാൾ 25 ആണെങ്കിൽ ഇയാൾ ഇയാൾ 50 ആണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ആ ചിത്രം പുറത്തേക്ക് വരച്ചു നോക്കുക. ഇതല്ലേ നമ്മളുടെ ചിത്രം എന്ന് പറയുന്നത്? ഇതല്ലേ മക്കളെ? ഇത് 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ കോണല്ലേ ചോദിച്ചിട്ടുള്ളത്? ഈ കോണല്ലേ മക്കളെ ചോദിച്ചിട്ടുള്ളത്? ഇയാള് 50 ഡിഗ്രി ആകുമ്പോൾ ഇയാൾ 25 ഡിഗ്രി ആവില്ല, ഇയാളുടെ പകുതി ആയിരിക്കും ഇയാള് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോ കോൺ ഒ എ ക്യു എന്ന് പറയുന്നത് 25 ഡിഗ്രി ആണെന്ന് നമുക്ക് എഴുതിക്കൂടെ? ഒരു സംശയമില്ലാതെ നമുക്ക് എഴുതാം. കാരണം കൂടി നമ്മൾ എഴുതി വെക്കണം. അപ്പോഴേ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടുള്ളൂ. അതായത്
ഈ ക്യൂബ് ഈ പറഞ്ഞിട്ടുള്ള ആള് സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് ഇയാള് ഇതിന്റെ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. റെഡിയാണോ മക്കളെ? അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. OCP പറഞ്ഞിട്ടുള്ള കോൺ എത്രയാണെന്ന്. OCP പറഞ്ഞിട്ടുള്ള കോൺ എത്രയാണെന്ന്. എടാ നോക്കടാ, ഈ ഒരു ആർക്ക് ഇത് അവിടെ ഒരു കുഞ്ഞു ആർക്കില്ല, ഈ ആർക്കിന് പേരൊന്നുമില്ല. ഈ ഒരു ആർക്ക് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും വൃത്തത്തിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? ഈ ഒരു സർക്കിൾ, ഈ കുഞ്ഞു സർക്കിൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. അയാള് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന കോൺ. അപ്പൊ ഇയാള് 50 ഡിഗ്രിയും ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അയാൾ എത്രയാ? അയാൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. കോൺ APO പറഞ്ഞിട്ടുള്ള കോൺ എത്രയാണ്? കോൺ APO പറഞ്ഞുള്ള ഒരു കോൺ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോൺ APO എന്ന് പറയുന്നത് ഏതൊക്കെ കോണുകൾ ചേർന്നിട്ടുള്ളതാണ്? കോൺ APO പറഞ്ഞിട്ടുള്ള കോൺ കോൺ APO ഈ ഒരു കോണ് ആരൊക്കെ ചേർന്നിട്ടുള്ളതാണ്? കോൺ APCയും അതേപോലെ കോൺ OPCയും ചേർന്നിട്ടുള്ളതാണ് കോൺ APO എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, കോൺ APC എത്രയാണ് മക്കളെ? കോൺ APC എന്ന് പറയുന്നത് എത്രയാണ്? നോക്കണം മക്കളെ. ഇയാള് CP പറയുന്നത് ചെറിയ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. CA എന്ന് പറയുന്നതും എന്താ? ചെറിയ സർക്കിളിന്റെ ആരമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. APC പറഞ്ഞുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. അത് വെറും ഒരു ട്രയാങ്കിൾ അല്ല, ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ ഈക്വൽ സൈഡിന്റെ അല്ലെങ്കിൽ തുല്യ വശങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകൾ അല്ലെങ്കിൽ കോണുകൾ എന്താ? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാൾ 25 ആണെങ്കിൽ ഇയാളും 25 ആണ്. അയാൾ ആരാ? APC ആണ് 25 എന്ന് പറയുന്നത്. കോൺ APC എന്ന് പറയുന്നത് എത്രയാ? 25 ആണ്. കോൺ APC എന്ന് പറയുന്നത് 25 ആണ്. പിന്നെ OPC പറഞ്ഞ ഒരു കോണും കൂടി വേണം നമുക്ക്. കോൺ OPC പറഞ്ഞിട്ടുള്ള ഒരു കോണും കൂടി വേണം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. OP എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിന്റെ ആരാണ്? തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് ആണെന്ന് പറഞ്ഞിട്ട് റേഡിയസും CP റേഡിയസ് ആണ്. റേഡിയസും ടാൻജന്റും തമ്മിലുള്ള കോണ് എല്ലാ സമയത്തും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോൺ OPC എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺ APO എന്ന് പറയുന്നത് 25 ഡിഗ്രിയും 90 ഡിഗ്രിയും ചേർന്നിട്ടുള്ള 115 ഡിഗ്രി ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 115 ഡിഗ്രി ആയിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺ POQ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്നാണ്. കോൺ POQ ഇയാള് എത്ര ഡിഗ്രി ആണെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. എടാ മക്കളെ, ഇയാള് നമുക്ക് കിട്ടണമെങ്കിൽ ഈ മൊത്തം എത്രയാ? മൊത്തം ഒരു ലൈനിന്റെ കോൺ എത്രയാ? ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എത്രയാ? ഒരു അർദ്ധവൃത്തം ഈ ലൈനിന്റെ കോൺ എത്രയാ? എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അത് മൊത്തം എന്ന് പറയുന്നത് 180 ആണ്. അതിൽ നിന്ന് ആരൊക്കെ കുറയ്ക്കണം? 50നെ നമ്മൾ കുറയ്ക്കണം. അതേപോലെ ആരെയും കുറയ്ക്കണം? ഒരാളെയും കൂടിയും കുറയ്ക്കണം. COP പറഞ്ഞിട്ടുള്ള ഒരാളെയും കൂടി കുറയ്ക്കണം. അയാളെയും കൂടി നമുക്ക് കാണണം. എടാ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോണ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഈ കോണ് ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. അവിടെ CPO പറഞ്ഞുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ 2 കോണുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കോണും നമുക്ക് കണ്ടെത്തിക്കൂടെ? എങ്ങനെയാ? ഇയാള് 90 ആണ്, ഇയാള് 50ഉമാണ്. 90ഉം 50ഉം കൂട്ടിയാൽ 140 ആണ്. ആ 180ൽ നിന്നും ആ 140 കുറച്ചാൽ ഇവിടെയുള്ള കോണായ 40 ഡിഗ്രി കിട്ടും. അപ്പൊ ഈ ഒരു കോണ് എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. സെറ്റാണോ? അപ്പൊ ഈ മൊത്തം 180ൽ നിന്നും ഈ 50 ഡിഗ്രിയും 40 ഡിഗ്രിയും കുറച്ചാൽ നമുക്ക് ആരെ കിട്ടും? POQനെ കിട്ടും. POQ ആയ ഈ കോണിനെ നമുക്ക് കിട്ടും. നമുക്ക് കുറയ്ക്കാം. 180ൽ നിന്നും എത്രയാ കുറയ്ക്കേണ്ടത്? 50ഉം 40ഉം കുറയ്ക്കണം. 180ൽ നിന്ന് നമ്മൾ ആദ്യം 50നെ കുറച്ചു. 0, 3, 1
130 എന്ന് കിട്ടി. എഗെയിൻ നമ്മൾ 40 കുറയ്ക്കണം, 40 കുറയ്ക്കാൻ പോവുകയാണ്. 0 13 ആദ്യം നമ്മൾ 13 നിന്നും എത്രയാ 13 നിന്നും 4 പോകുമ്പോൾ എത്രയാ 9 എന്ന് കിട്ടും അല്ലെ. 9 4 കൂട്ടുമ്പോ 13 അല്ലേ. അപ്പൊ ലാസ്റ്റ് നമുക്ക് 90 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആരാണ് 90 ഡിഗ്രി? ഇയാളാണ് 90 ഡിഗ്രി. അതിനർത്ഥം ഈ ഒരു ട്രയാങ്കിൾ മട്ടക്കോണാണ്, റൈറ്റ് ആംഗിൾ ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഇയാളെ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ചിത്രത്തിൽ എ ബി ബി സി സി എ എന്നിവ ഓ കേന്ദ്രമായ വൃത്തത്തിന്റെ തൊടുവരകളാണ്. ഓക്കെ, തൊടുവരകളാണ്. ഇവ വൃത്തത്തെ യഥാക്രമം പി ക്യു ആർ എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കോണുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ കോണുകളുടെ അളവ് എത്രയാണ് എഴുതാനെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ, എ ബി എന്ന് പറയുന്ന ചെങ്ങായും ബി സി എന്ന് പറയുന്ന ചെങ്ങായും എ ബി എന്ന് പറയുന്നതും എന്താ, തൊടുവരകളാണ്. ആ തൊടുവരകൾ ടച്ച് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് പി ക്യു ആർ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കോൺ ക്യു ഒ ആർ പറഞ്ഞുള്ള ഈ കോണ് എത്ര ഡിഗ്രി ആണെന്നാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ. എടാ, ഒരു മൊത്തം എത്ര ഡിഗ്രിയാ? ഒരു സർക്കിൾ മൊത്തം എത്ര ഡിഗ്രിയാ? ഒരു സർക്കിൾ മൊത്തം 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഈ 360 ഈ 3 കോണുകളും കൂട്ടിയാൽ 360, റൗണ്ട് മൊത്തം 360 അല്ലെങ്കിൽ 360 ആണെന്ന് നമുക്കറിയാം. അതിലിവിടെ 2 കോണുകൾ തന്നിട്ടുണ്ട്. ആ 2 കോണുകളും കുറച്ചാൽ ഈ കോണ് നമുക്ക് കിട്ടില്ലേ? അപ്പൊ 360 നിന്നും നമ്മൾ കുറയ്ക്കേണ്ടത് ഈ 2 കോണുകളും കൂട്ടിയിട്ടുള്ളതാണ്. 110 അതേപോലെ 100 കൂട്ടിയിട്ടുള്ള ചെങ്ങായി ആരാണ്? 210 ഡിഗ്രിയാണ് നമ്മൾ കുറയ്ക്കേണ്ടത് അല്ലേ. 210 ഡിഗ്രി കുറയ്ക്കുമ്പോൾ ഇയാള് കിട്ടും. 360 നിന്നും ഈ 2 കോണുകളും കൂട്ടിയത് കുറയ്ക്കുമ്പോൾ കിട്ടും 100ഉം 110ഉം കൂട്ടുമ്പോൾ 210 അല്ലേ മക്കളെ. നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. 0 5 1 150. ഇയാള് എന്ന് പറയുന്നത് 150 ഡിഗ്രി ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സെറ്റ് ആണോ? ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺ എ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ കോൺ ബി എത്രയാണ്, കോൺ സി എത്രയാണെന്നൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം കോൺ എ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ കോൺ സി ഒന്ന് കണ്ടു നോക്കാം. അതാണ് ഒന്നുകൂടെ ചെയ്യാൻ സുഖം. ഒക്കെ സുഖം തന്നെയാണ്, ഒക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. എടാ നോക്കടാ, കാണുമ്പോ ചിത്രം ഒന്നുകൂടെ സുഖം ഇയാളെ നോക്കുമ്പോഴാണ്. എടാ, ഒരു റേഡിയസും അവിടെ പോകുന്ന ഈ ഒരു തൊടുവരയും അല്ലെങ്കിൽ ടാൻജന്റും തമ്മിലുള്ള കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ കോണും അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. റേഡിയസും ടാൻജന്റും അല്ലെങ്കിൽ ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ എപ്പോഴും എന്താ, 90 ഡിഗ്രി ആയിരിക്കും. പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 150ഉം 90 പോയി കഴിഞ്ഞു. എടാ, ഇയാള് എന്ന് പറയുന്നത് എന്താ, ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലേ. ക്വാഡ്രിലാറ്ററലാണ്. 180 പോയി കഴിഞ്ഞു. പിന്നെ ഈ 2 കോണുകളും എന്താ, അനുപൂരകമായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയാൾ രണ്ടാളും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാ, 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഇയാള് 150 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും, 180 നിന്നും 150 കുറച്ചിട്ടുള്ള 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കോൺ സി എന്ന് പറഞ്ഞ ചങ്ങായിനെ നമുക്ക് കിട്ടി 30 ഡിഗ്രി എന്ന് കിട്ടി. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഈ കോണും അനുപൂരകവുമായിരിക്കും. ഇവിടെ 90 ഡിഗ്രി പോയി, ഇവിടെയും 90 ഡിഗ്രി പോയി. നമ്മൾ പഠിച്ചിട്ടുള്ള തിയറമാണ്. ഈ 2 കോണുകളും അനുപൂരകമായിരിക്കും. ഇയാൾ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ എന്ന് പറയുന്നത് അതില് മൈനസ് ആയ 180 നിന്നും 100 പോയിട്ടുള്ള 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കോൺ എ എന്ന് പറയുന്നത് എന്താ, 80 ഡിഗ്രി ആയിരിക്കും. എടാ, അപ്പൊ കോൺ ബി എത്രയായിരിക്കും? അയാള് 70 ഡിഗ്രി ആയിരിക്കും. അനുപൂരകമല്ലേ. അപ്പൊ അയാൾ എന്താ, 70 ഡിഗ്രി ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ആദ്യം എന്താ, നമ്മൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിത് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയോ നിങ്ങൾ എന്താ ഒന്ന് ശ്രമിച്ചു നോക്കുക. പിന്നെ ഇത്തരം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ, ഇത് മോഡലിൽ അത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ പോണ മുന്നേ ഇതിന്റെ എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത് മാത്രമേ നമ്മൾ ചെയ്താൽ പോരാ. ഇതിൽ വേറെ ഏതെങ്കിലുമൊക്കെ കോണുകൾ നമുക്ക് കാണാൻ പറ്റുമോ എന്നും കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, സെറ്റ് ആണോ? റെഡി ആണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ.
മക്കളെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ടാൻജന്റ് എന്നുള്ള ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒക്കെ ഒരേ സാധനങ്ങളെയാണ് നമ്മൾ എന്താ ചെയ്യണത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മനസ്സിലാക്കണം എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ചിത്രത്തിൽ ഓ വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ഓക്കെ, കേന്ദ്രമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ABCD എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ABCD എന്ന് പറയുന്ന വൃത്തത്തിലെ ബിന്ദുക്കളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. കോൺ AOB എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോൺ ACB എന്ന് പറയുന്ന ഈ ഒരു കോൺ എത്ര ഡിഗ്രി ആണെന്നാണ് ഫസ്റ്റത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ആർക്ക് അല്ലെങ്കിൽ ഈ ഒരു ചാപം വൃത്തത്തിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അതായത് ഇയാൾ 80 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളും അത് തന്നെയല്ലേ, അപ്പൊ ഇയാളും 40 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കോൺ ACB എന്ന് പറയുന്നത് എന്താ, 40 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? കാരണം കൂടി എഴുതി വെക്കണം. ഈ ഒരു ചാപം അല്ലെങ്കിൽ AB പറഞ്ഞ ചാപം വൃത്തത്തിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കോൺ ADB പറഞ്ഞിട്ടുള്ള ഈ കോൺ എത്രയാണെന്ന് അതും നമ്മൾ കണ്ടെത്തിയിട്ട് 40 ഡിഗ്രി ആണെന്ന്. സെയിം കാരണം തന്നെയാണ്, ഇയാൾ സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന കോൺ. സെറ്റാണോ? ഇനി ഇതാണ് തന്നിട്ടുള്ളത് എങ്കിൽ, ചോദ്യത്തിൽ അതാണ് തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് ഇത് കണ്ടൂടെ, ഇയാളുടെ ഇരട്ടിയായിരിക്കും അയാൾ എന്നവർ. എനിക്ക് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയൂലെങ്കിൽ ഒരു പ്രശ്നങ്ങളില്ല. ഈ ഒരു കോണ് കൺസിഡർ ചെയ്യാം. ആ ഒരു കോണ് അടങ്ങുന്ന രീതിയിൽ ഇവിടെ ഒരു ട്രയാങ്കിള് അല്ലെങ്കിൽ ത്രികോണം ഉണ്ടോ നോക്കടാ. ACB എന്ന് പറയുന്നത് ഒരു ത്രികോണമല്ല, ഒരു കോണല്ലേ. നമ്മൾ അയാളെ ഒരു ത്രികോണമാക്കി വരയ്ക്കാൻ നോക്കുക. ഇയാളെ ഒരു ത്രികോണമാക്കി വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ചാപം, ഇവിടെ ഒരു ലൈന് വരയ്ക്കണം. ഈ ലൈന് എന്ന് പറയുന്നത് ഈ വൃത്തത്തെ സംബന്ധിച്ച് അയാൾ കോഡ് അല്ലെങ്കിൽ ഞാനാണ്. അപ്പൊ ഈ ഒരു ഞാണ് അല്ലെങ്കിൽ ഈ ഒരു കോഡ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന കോൺ. അല്ലെങ്കിൽ തിരിച്ചു നമുക്ക് പറയാം. സെറ്റാണോ? റെഡിയാണോ? കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിച്ച് വെക്കണം. ഇവിടെ ഒരു കോണ് വന്നാൽ ഈ കോണും അനുപൂരകമായിരിക്കും. 180 നിന്നും 40 കുറച്ചിട്ടുള്ള കോണായ 140 ആയിരിക്കും ഇവിടെ വരിക. ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം കൂട്ടത്തിൽ. സെറ്റാണ്. എന്താ കാരണം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കോൺ ADP പറഞ്ഞിട്ടുള്ള കോൺ എത്രയാണെന്ന്. കോൺ ADP പറഞ്ഞിട്ടുള്ള ഈ കോണ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എടാ നോക്കടാ, ഇയാൾ ഒരു ലൈൻ അല്ലേ, രേഖയല്ലേ. രേഖയിലെ കോൺ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ മൊത്തം എന്ന് പറയുന്നത് 180 ആണ്. മൊത്തം എന്ന് പറയുന്നത് 180 ആണ്. ഇത്ര എന്ന് പറയുന്നത് വെറും 40 ഡിഗ്രിയാണ്. അപ്പൊ ആ 180 നിന്ന് 40 കുറച്ചിട്ടുള്ള കോണായ 140 ആയിരിക്കില്ലേ ഇവിടെ വരിക, അല്ലേ മക്കളെ? അപ്പോ കോൺ ADP എന്ന് പറയുന്നത് 180 നിന്നും 40 പോയിട്ടുള്ള 140 ഡിഗ്രി ആയിരിക്കും അയാള് എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കോൺ CQD. കോൺ എവിടെയാ? കോൺ CQD ഇയാളും അതേപോലെ ഈ ഒരു കോൺ Pയും കൂട്ടിയാൽ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എടാ മക്കളെ, ഈ ഒരു പോയിന്റ് ആയ Q എന്നുള്ളൊരു പോയിന്റ് വൃത്തത്തിലെ സെന്ററിലാണെങ്കിൽ നമുക്ക് പറയായിരുന്നു ഈ കോണും കൂട്ടിയാൽ അനുപൂരകം അല്ലെങ്കിൽ സപ്ലിമെന്ററി ആയിരുന്നു എന്ന് പറയായിരുന്നു. എപ്പോൾ? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ, ഇയാൾ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ ഇയാൾ അവിടെയല്ല. അങ്ങനെ എഴുതാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് തോന്നും. അപ്പൊ ടെൻഡൻസി ഒക്കെ അവിടെ വെച്ചാൽ മതി, അതൊന്നും ഇവിടെ കൊണ്ടുവരണ്ട. അങ്ങനെയാണെങ്കിൽ ഈ കോണും കൂട്ടിയാൽ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എടാ, ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഇല്ലേ?
ഇവർ കോഡിലാറ്ററൽ അല്ലേ, കോഡിലാറ്ററൽ എന്താ സി ക്യു ഡി പി പറഞ്ഞുള്ളൊരു കോഡിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം ഇല്ലേ? ചതുർഭുജത്തിന്റെ കോണ് മൊത്തം എത്ര ഡിഗ്രി ആയിരിക്കും? മൊത്തം 360 ഡിഗ്രി ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അതായത് ഈ കോണും ഈ കോണും ഈ കോണും ഈ കോണും കൂട്ടിയാൽ 360 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ഈ 360 നിന്നും ഈ കോണും ഈ കോണും കുറച്ച് കഴിഞ്ഞാൽ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോണിന്റെയും ഈ കോണിന്റെയും തുക നമുക്ക് കിട്ടില്ലേ? ഒരു സംശയമില്ലാതെ കിട്ടും. അങ്ങനെ കിട്ടണമെങ്കിൽ ഈ കോണ് നമുക്കറിയാം, പക്ഷെ ഈ കോണ് നമുക്കറിയോ? ഇല്ല. അത് കാണണം, സിമ്പിൾ ആയിട്ട് കാണാം. ഈ ഒരു ലൈന് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് നമുക്കറിയാം. മൊത്തം കോണ് നമുക്കറിയാം. ഇതിൽ ഇത്രയും 40 ഡിഗ്രി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോ ഇത് എന്ന് പറയുന്നത് എത്രയാ? ഈ കോൺ എന്ന് പറയുന്നത് 140 ഡിഗ്രി ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോ ഈ ഒരു ക്യൂ പറഞ്ഞുള്ള ഈ കോണും പി പറഞ്ഞിട്ടുള്ള ആ കോണും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ കോണും എന്താ 360 നിന്ന് കുറയ്ക്കുക. 360 മൈനസ് 140. ഒരാളെ നമ്മൾ കുറച്ചു, ഇനി അടുത്ത ഒരാളെയും കൂടി നമ്മൾ കുറയ്ക്കണം, 140. ഇത് കുറച്ചാൽ നമുക്ക് എന്താ ആൻസർ കിട്ടും. ആരൊക്കെ കൂട്ടിയിട്ടുള്ള ആൻസർ? കോൺ സി ക്യു ഡിയും കോൺ പിയും കൂട്ടിയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ 360 നിന്നും ഞാൻ ആദ്യം 140 കുറയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, കുറയ്ക്കുമ്പോൾ 0 2 2 എന്ന് കിട്ടും. അഗൈൻ ഞാൻ 140 കുറയ്ക്കാൻ പോവുകയാണ്. 0 12 നിന്നും 4 പോയാൽ 80 അല്ലേ? 80 എന്ന് കിട്ടും. ഓക്കെ, കിട്ടിയ ഉത്തരം ശരിയാണോ എന്നുകൂടി നമ്മൾ നോക്കണം. ഈ 80ഉം 140ഉം കൂട്ടിയാൽ 360 ഡിഗ്രി വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ്. 140 പ്ലസ് 80 0 12ഉം 16ഉം 360. അപ്പൊ കിട്ടിയിട്ടുള്ള ഈ 80 ഡിഗ്രി എന്നുള്ള ഉത്തരം എന്താ? കറക്റ്റ് ആണ്. അപ്പൊ ഈ കോണും കൂട്ടിയാൽ എന്താ? എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഈ ഒരു ചിത്രത്തിൽ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇനി പറ്റുമോ? എടാ, ഞാൻ ഇവിടെ ഒരു കോണ് വരച്ചു, ഇവിടെ ഒരു കോണ് വരച്ചുതാ, ഇങ്ങനെ ഒരു കോണ് വരച്ചു. അപ്പൊ ഈ കോൺ എന്ന് പറയുന്നതും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും അയാള് എന്താ, സോറി, വൃത്തത്തിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഇനി നമ്മൾ എന്താ ഇവിടെ ഒരു കോണ് വരച്ചാലും എന്താ ഈ 2 പോയിന്റുകളും വെച്ചിട്ട് ഇവിടെ ഒരു കോണ് വരച്ചാലും ഇയാൾ എത്രയാ? ഇയാള് 40 ഡിഗ്രി ആയിരിക്കും. ഓർത്ത് വെക്കണം. ഈ ഒരു കോണിന്റെ ഇപ്പുറത്ത് വരുന്ന കോണുകളൊക്കെ എന്താ? തുല്യമായിരിക്കും. അതേപോലെ ഇപ്പുറത്ത് വരുന്ന കോണുകളും എന്താ? തുല്യമായിരിക്കും. ഇയാളൊക്കെ 40 ആണ്. അപ്പൊ ഇവിടെ ഉള്ള കോണുകളൊക്കെ എന്താ? 140 ആയിരിക്കും. അനുപൂരകമായിരിക്കും. സെറ്റ് ആണോ? റെഡി ആണോ? ഓക്കെ.